സ്വാഗതം പറയുന്നു. അതോടൊപ്പം മവാസിയുടെ 2009-2010 പ്രവർത്തന റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സെക്രട്ടറി അദ്ദേഹ സംഘത്തിൽ പ്രസിഡന്റ് വിഷയമായി പറഞ്ഞു. ഇപ്പം ഫോട്ടോയിൽ കണ്ടത് കഴിഞ്ഞ കാലങ്ങളുടെ പ്രവർത്തനത്തിന് വളരെ വ്യക്തമായ ചിത്രത്തോടുകൂടിയാണുള്ള കാര്യങ്ങൾ. ഉപവാസം കഴിഞ്ഞ് 6 മാസം എത്തിയതും കഴിഞ്ഞ് 3.5 വർഷം എത്തിയതും പ്രവർത്തനം വളരെ വ്യക്തമായി ഓരോരുത്തർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രവർത്തിച്ചതിന്റെ പുറത്ത് നാട്ടിൽ വെക്കേഷനിൽ പോയാണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളാണല്ല. അപ്പോൾ പ്രവർത്തനം വളരെ വിശദമായി നിൽക്കാതെ എന്നിരുന്നാലും അതിന്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് കമ്മിറ്റി ഗ്രൂപ്പായിരുന്നു. മാളിയേക്കൽ വെൽഫെയർ അസോസിയേഷൻ സൗദി അറേബ്യ മവാസയുടെ 2009-2010 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി ഈ സദസ്സിൽ സ്വാഗതം ചെയ്യുന്നു. പല വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ഈ പരിപാടി സംബന്ധിക്കാൻ സമയം കണ്ടെത്തിയ എല്ലാവരെയും മവാസിയുടെ അതിന്റെ നന്ദി കടോളം പറയുന്നു. നടപ്പ് വർഷ പ്രവർത്തനങ്ങളുടെ അതായത് 2000 ഒക്ടോബർ മാർച്ച് ഉൾപ്പെടെയുള്ള 6 മാസ പ്രവർത്തനങ്ങളുടെ ഒരു ശുദ്ധമായ ചുരുങ്ങിയ സമയത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന മാളിയേക്കൽ പ്രദേശത്തെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സംഭാവന മവാസിക്ക് കഴിഞ്ഞിട്ടും സ്ഥാപിതമായതു മുതൽ ഇന്നുവരെയുള്ള 3.5 വർഷ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ സംഘടനയുടെ ഓരോ അംഗത്തിനും വഹിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ മേൽ ഫലപരമായും അംഗങ്ങളും കുറെ വർഷം മനസ്സിൽ ചുറ്റുന്ന ഒരാശയമായിരുന്നു മാളിയേക്കൽ പ്രദേശികളുടെ പ്രവാസികളുടെ കൂട്ടം ജിദ്ദാന്തരമായി രൂപീകരിക്കുക എന്നത് നമ്മുടെ എല്ലാ യോഗങ്ങളിലും നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഈ സംഘടന വളരെ പ്രധാനപ്പെട്ട ഓരോ ചെറുപടിയിലും മറ്റിലും മറക്കപ്പെടുന്ന റൈസിന്റെ മരണത്തിന് ഈ ശ്രമത്തിന് കാരണമാണ്. ആധുനിക മരണം മാസ രൂപീകരണത്തിന് ഒരു നിമിത്തമാവുകയായിരുന്നു. ശൗരിക്കനായ തമ്പുരാൻ അദ്ദേഹത്തിന് പാപമോചനവും ലോകമോക്ഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പറയുന്നു. 2000 സെപ്റ്റംബർ 1 ഔദ്യോഗികമായി നിലവിൽ വന്ന ഈ പ്രസ്ഥാനം സ്ഥാപിതമായ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ 3 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. തുടക്കം മുതൽ ഇതിന്റെ നടത്തിയ പലരും ഇന്ന് പ്രവാസ ജീവിതം താൽക്കാലികമായെങ്കിലും മതിയാക്കി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നേരിട്ട് നിൽക്കുന്നു. ഇവിടെ നാട്ടിൽവാസികൾക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്കും അതിനേക്ക് നിന്നുണ്ട്. പി മുഹമ്മദ് ബക്കവി, ജ്യോതി CS, NK മൊഴി തുടങ്ങിയവരുടെ സേവനങ്ങൾ പ്രത്യേകം അനുഷ്ഠിക്കട്ടെ. 2000 സെപ്റ്റംബർ 22 ഷറഫിയ ഡെഹി ഓഡിറ്റോറിയത്തിൽ നടന്ന 3ാം വാർഷിക യോഗത്തിൽ വെച്ചാണ് നടപ്പ് വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിലറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനായ A. ഫാറൂഖ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത യോഗം മവാസിയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ പരിപാടികളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഗായകനായ PT ഹനീഫ് ഗാനമേള ചടങ്ങിന് കൊഴുപ്പിൽ പുതിയ ഭാരവാഹികളായി താഴെ പറയുന്നവർ തെരഞ്ഞെടുക്കപ്പെട്ടു. രക്ഷാധികാരികൾ കോതാപുറമൻ അബ്ദുൾ റഷീദ്, പെരുക്കടൽ അബ്ദുള്ള, പ്രസിഡന്റ് ചുള്ളിക്കുളം അബ്ദുസലാം, വൈസ് പ്രസിഡന്റ് കപ്പകുന്നൻ സുലൈമാൻ, കുന്നപ്പള്ള ഹജി, സെക്രട്ടറി മുകുൽ അബ്ദുൽ അസീസ്, ജോയിന്റ് സെക്രട്ടറിമാർ പുന്നക്കാൽ മുഹമ്മദ് ഷമീർ, വലോക്കൽ സിറാജുദ്ദീൻ, ട്രഷറർ വാളാഞ്ചിറ അബൂബക്കർ, അംഗങ്ങൾ മൊയ്തീൻ, വാളാഞ്ചിറ അഷ്റഫ്, അണ്ടിക്കാടൻ ഉസ്മാൻ, മുച്ചിക്കൽ സഫുവാൻ, അണ്ടിക്കാടൻ ഡെനിസ്, മാട്ടയത്തിന്റെ കുഞ്ഞിപ്പ, പൂളവൺ അബ്ദുൽ ഗഫൂർ, മാട്ടയ അബ്ദുൽ സലാം, പ്രവാൻ അബ്ദുൽ മുനീർ, പള്ളാട്ടിൽ ഇസ്ലാഖ്, നമ്മുടെ കൂടെ ഒരു അപകടം കാരണം നാടുപോയി. സഹായപ്രവർത്തനങ്ങളുണ്ടായ കണക്കപ്രകാരമാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് വാർഷിക റിപ്പോർട്ടിൽ നമുക്ക് നമ്മുടെ സെക്രട്ടറി തന്നെ വിശദമായിട്ട് പറയുക. ചികിത്സ വിഭാഗത്തിൽ 20,000 രൂപ, വിദ്യാഭ്യാസം 40,625, വീട് നിർമ്മാണം പുനരുദ്ധാരണം 8,000, വിവാഹം 8,000, പ്രവാസ സഹായം 31,250, പ്രവാസി സഹായം ഇത് വളരെ പ്രധാനപ്പെട്ടത്. ഈ സേക്കിന്റെ സഹായം കൂടിയാണ്. ആകെ 1,07,875. പെൻഷൻ വിഭാഗത്തിൽ നമ്മൾ 60,800, മൊത്തം 1,68,675 രൂപ 6 മാസത്തെ നമ്മുടെ സഹായം ചെയ്തായിരുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ ഈ കമ്മിറ്റിയുടെ തുടങ്ങിൽ തന്നെ M. അസീസ്, K. സേതു,
കെ സുലൈമാൻ എന്നിവർ മുഖേന അതായത് നമ്മുടെ കമ്മിറ്റിയുമായി ഇവരുടെ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയത്തിന്റെ പേരിൽ അവർ അടുത്ത ഉദാഹരണങ്ങളായ ആളുകളിൽ നിന്നും 15,000 രൂപ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും പാവപ്പെട്ട കുട്ടികളുടെ മാസപരിശീലന പഠനോപകരണങ്ങൾ എന്നിവ ഈ ഇനത്തിലേക്ക് സഹായിക്കാൻ നമുക്ക് കഴിയും. അത് മവാസന്റെ പൈസ മവാസനോട് അവർ ബന്ധപ്പെട്ടാണ്ട് കിട്ടിയ സഹായമാണ്. മവാസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രവാസി സഹായം നൽകിയത് ജോലിക്കിടയിൽ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ എക്സിക്യൂട്ടീവ് പൊള്ളാട്ടി നിശ്ചയിക്കുന്ന ഓപ്പറേഷൻ ചികിത്സയിലേക്ക് 25,000 രൂപ നൽകി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റു തക്ക സമയത്ത് ഓടിയെത്തി അതായത് അതിന്റെ സഹായം ചെയ്ത ആൾക്കാരെ പ്രത്യേകം സ്മരിക്കണം. കാരണം ഈ കൂട്ടായ്മ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാട്ടിൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ചെയ്ത വലിയ പ്രവർത്തനമാണ്. അതാ തക്ക സമയത്ത് സാമ് അബ്ദുള്ള ഭായി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഓടിയെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ശരിയെന്നെ മുനിയെറിയുന്ന സുഹൃത്തുക്കളൊക്കെ തക്ക സമയത്ത് നമ്മുടെ സഹായം ചെയ്തത് ഈ കമ്മിറ്റി ഈ സമയത്ത് വളരെ സൂചിക്കുകയാണ്. നമ്മുടെ സഭ സുലൈമാനി അബ്ദുള്ളബായി തുടങ്ങിയ എല്ലാവരെയും ഈ കമ്മിറ്റി അഭിനന്ദിക്കുന്നു. SSLC +2 അവാർഡ് ദാനം വളരെ വിപുലമായി GP സ്കൂൾ മാളികയിൽ വെച്ച് നമ്മൾ നടത്തി. പിന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് 3 കുട്ടികൾക്ക് പ്രതിമാസ വിദ്യാഭ്യാസ സഹായം 1,800 രൂപ വീതം ഇപ്പോൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. MA പഠിക്കുന്ന അടിക്കാടൻ ജഷീല, BSc പഠിക്കുന്ന പുന്നപ്പാല ജസ്ന, PA പഠിക്കുന്ന വലിയമൽ ദീപ എന്നീ കുട്ടികൾക്ക് കൂടാതെ ഈ ഇനത്തിലേക്ക് CP സൗദാമി അതായത് സൂര്യത്തിന്റെ സൗദാമിയുടെ മകൾ മിനുവിന് 1,250 രൂപയും VD ജാബ്രക്ക് 5,000 രൂപയും നൽകി. ഷോർട്ട് ആൻഡ് കേഡ് യൂണിഫോം മൂവാടേക്ക് സ്കൂൾ പുതുവർഷത്തെ അതായത് ഈ വർഷത്തിൽ വളരെ വിപുലമായ സ്കൗട്ടിന്റെ യൂണിഫോം വിഭാഗത്തിന് മാളികയിൽ ഈ 13 പാവപ്പെട്ട കുട്ടികൾക്ക് 3,600 രൂപ യൂണിഫോം നൽകിയിട്ടുണ്ട്. മാളിക പ്രദേശത്ത് 200 കുട്ടികൾക്ക് നമ്മൾ യൂണിഫോം വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 മാസത്തിൽ 9 മീറ്റിംഗുകൾ അന്നൂർ സിദ്ധ ആശുപത്രിയിൽ ചോദിച്ചു. ഇസ്ലാമിന്റെ അടിയന്തര സഹായം ചർച്ച ചെയ്യാൻ തോമ ഈ റോയ്സിനെ പാർട്ടിയിൽ വെച്ച് നമ്മൾ ചോദിച്ചു. മാതൃകാ പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കാൻ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നിർത്തുന്നു.